കൊല്ലത്ത് വിധവയായ യുവതിക്ക് വീട് വെക്കാൻ അനുമതി നൽകാതെ കോർപ്പറേഷൻ. 5 വർഷമായി അർബുദ രോഗിയായ മകനുമായി യുവതി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. റെയിൽവേ ഭൂമിയോട് ചേർന്നുള്ള ഭൂമിയിൽ അനുമതി തരില്ലെന്നാണ് ഉദ്യോഗസ്ഥ പക്ഷം. തനിക്കൊപ്പം അപേക്ഷ നൽകിയ പലർക്കും അനുമതി കൊടുത്തു എന്നാണ് പരാതിക്കാരി പറയുന്നത്. അഫിഡവിറ്റ് എഴുതി വാങ്ങിയാണ് മറ്റ് പലർക്കും കോർപ്പറേഷൻ അനുമതി നൽകിയതെന്നും ഇവർ ആരോപണമായി ഉയർത്തുന്നു. 5 വർഷത്തിന് മുന്നേ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടത് അതിനൊരു നിയമങ്ങളും നടപടികളും ഇല്ലാത്തതിൻ്റെ പേര് ഇപ്പം ഞാനൊരു 2-2.5 വർഷം കൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് ഇപ്പം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ അദാലത്തൊക്കെ വെച്ചിട്ട് അതൊരു 6 മാസം കൊണ്ട് അതിനായിട്ട് തന്നെ പോവുക. കോർപ്പറേഷനിൽ നിന്ന് ആളുകളെ വിളിക്കും, അത് അവർ ചിലപ്പോൾ വരും, അവർക്ക് തോന്നിയാൽ വരത്തില്ല, നമ്മൾ ചുമ്മാ ചെല്ലുന്നു തിരിച്ചു വരുന്നു. അഫിഡവിറ്റ് വെച്ചിട്ട് റെയിൽവേയിൽ എന്തെങ്കിലും പുരോഗതികൾ വരുവാണെങ്കിൽ വീട് പൊളിച്ചു മാറ്റിക്കൊള്ളാം എന്ന നിബന്ധനയോട് കൂടിയിട്ട് പലർക്കും അങ്ങനെ വീട് വയ്ക്കാൻ സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിത് ചെല്ലുമ്പോൾ ഒക്കെ നമുക്ക് പിടിപാടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കിത് കിട്ടുന്നില്ല. എനിക്ക് പക്ഷേ ഒരു വീട് അത്യാവശ്യമാണ്, ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേറെ വസ്തുവോ വീടോ വേറെ ഒന്നും നമുക്കില്ല. അപ്പോൾ അവർ പറയുന്നത് ഹൈക്കോടതി പോയി മേടിക്കാം. അങ്ങനെ ഹൈക്കോടതി പോയി എല്ലാം മേടിക്കാനും എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊന്നും എനിക്കില്ല. AV ജയശങ്കറാണ് ചെയ്യുന്നത്. ജയശങ്കർ, അവരുടെ പരാതി ന്യായമുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല രോഗിയായൊരു മകൻ കൂടിയുണ്ട്. എന്താണ് അവർ പറയുന്നത്? അതായത് വിനീത, ഈ മായ എന്ന് പറയുന്ന ഈ മായമോഹൻ എന്ന് പറയുന്ന ഈ സ്ത്രീ, ഇവർക്ക് സ്വന്തമായി സ്ഥലമുണ്ട്. പക്ഷെ അത് റെയിൽവേ ട്രാക്കിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ്. നിയമപരമായി ഒരു പക്ഷേ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ മനുഷ്യത്വപരമായി ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ വീട് വെക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. കാരണം ഇവർ ഏകദേശം 16 സെൻറ്റിമീറ്റർ അപ്പുറത്താണ്, ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് അപ്പുറത്താണ് ഇവരുടെ സ്ഥലം ഇരിക്കുന്നത്. പക്ഷേ ആ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെ മറ്റ് പല വീടുകൾക്കും നഗരസഭ അനുമതി നൽകുകയും അവിടെ മറ്റു പല ആളുകളും വീട് വെച്ച് താമസിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ മായാമോഹന് മാത്രം അവരുടെ ആ സ്ഥലത്ത് അവർ വളരെയധികം കഷ്ടപ്പെട്ട് പണം ചുരുക്കൂട്ടി വെച്ചൊക്കെയാണ് ആ സ്ഥലം വാങ്ങിയത്. പക്ഷേ ആ സ്ഥലത്ത് ഒരു വീട് വെക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഈ അനുമതിക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരം കൊല്ലം കോർപ്പറേഷനിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഈ കോർപ്പറേഷന് ഒരു അഫിഡവിറ്റ് വാങ്ങിക്കൊണ്ട്, അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ റെയിൽവേയുടെ ഇവരുടെ ഭൂമി ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ആ വീട് പൊളിച്ചു മാറ്റാം, അവിടെ നിന്ന് ഒഴിയാമെന്ന ഒരു ഉറപ്പില്ല അഫിഡവിറ്റ് വാങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ ആ ഭൂമിയിൽ കൺസ്ട്രക്ഷൻ നടത്താൻ കോർപ്പറേഷൻ അനുമതി നൽകാവുന്നതാണ്. അങ്ങനെ നിയമസാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ട് പോലും ഇവർക്ക് അത്തരത്തിലുള്ളൊരു പരിഗണനയൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. കുറേ വർഷങ്ങളായി ഇതിനുവേണ്ടി ഇവർ കയറി ഇറങ്ങുകയാണ്. ഇവർ വിധവയാണ്, ഒപ്പം തന്നെ ഈ അർബുദ ബാധയുള്ള ഒരു കുട്ടി ഉൾപ്പെടെയുണ്ട്. ഇവർക്ക് മറ്റ് സ്ഥലങ്ങളോ മറ്റോ ഇതൊന്നുമില്ല. അപ്പോൾ പാവപ്പെട്ടൊരു കുടുംബമാണ്, പാവപ്പെട്ടൊരു സ്ത്രീയാണ്. ആ സ്ത്രീയാണ് ഇങ്ങനെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ കയറി ഇറങ്ങുന്നത്. ഉദ്യോഗസ്ഥരുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നിയമത്തിൻ്റെ പല ചട്ടക്കൂടുകളാണ് പറയുന്നത്. പക്ഷേ സാധാരണക്കാരന് അവന് ജീവിക്കാൻ, അവനൊക്കെ ഒരു കിടപ്പാടത്തിനൊക്കെ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത് ഇതേ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഈ നിയമത്തിലെ ഇളവുകളൊക്കെ വെച്ച് തന്നെയാണ് പല പ്രമുഖരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെ വീട് ഇതായിട്ടുണ്ട്. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ അടുത്ത് തന്നെ ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് പുതിയ വീടുകൾ 2024-25 കാലഘട്ടത്തിൽ പോലും അനുവദിക്കപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഈ മായാമോഹന് മാത്രം ഇത്തരത്തിൽ വീട് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഹൈക്കോടതിയൊക്കെ നിങ്ങൾ സമീപിക്കുക എന്നൊക്കെയാണ് പല ഉദ്യോഗസ്ഥരും ഇവരോട് പറഞ്ഞത്. എന്തായാലും മുമ്പ് ചില ആളുകൾക്ക് മേയറുടെ അദാലത്തിലൊക്കെയാണ് ഇത്തരത്തിൽ ക്രമപ്പെടുത്തി വീട് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ വിഷയം ഉദ്യോഗസ്ഥർ കാണണം. ഇത് ഒരു മനുഷ്യത്വപരമായ വിഷയമായി വെച്ചുകൊണ്ട് അവർക്കൊരു നീക്കുപോക്ക് ചെയ്ത് അവർക്ക് വീട് വെക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി നൽകണമെന്നാണ് നമുക്കും ഈ വാർത്ത അതാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ റിപ്പോർട്ടർ ഒപ്പം തന്നെയുണ്ട്. ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. ഏതായാലും കൊല്ലം കോർപ്പറേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽ നമ്മൾ ഈ വിഷയം പെടുത്തുകയാണ്. നിരന്തരം അവർ ഓഫീസ് കയറി ഇറങ്ങുന്നുണ്ട്. രോഗിയായൊരു മകനുണ്ട്, എന്നിട്ടും ഇതാണ് അവസ്ഥ എന്നതാണ്.